ആദ്യം പാടിയതും അങ്ങനെയാണ്. ആദ്യത്തെ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് 30 years ബാക്കാണ്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ രാജലക്ഷ്മി എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം രാജിയുടെ പാട്ടൊക്കെ വേറൊരു രാജലക്ഷ്മി. അത് നമ്മുടെ പുഷ്പ ടൂല് അതൊരു രാജലക്ഷ്മി സെന്തിലാണ്. അപ്പൊ എന്റെ പേരടിക്കുമ്പോ സ്പോട്ടിഫൈയിലൊക്കെ എന്റെ പാട്ടുകള് ഈവൻ സ്റ്റേറ്റ് അവാർഡ് പാട്ടും ആ രാജലക്ഷ്മിയുടെ പേരിലാണ് കിടക്കുന്നത്. അപ്പൊ രാജ ആദ്യം പാടിയത് രാഘവ മാസ്റ്റർ വേണ്ടിട്ടാ. മാഗ്നാസോണിന്റെ കൊച്ചായിരുന്നു. കൊച്ചല്ലേ, അത് അയ്യപ്പ ഭക്തിയാനവാ. നമ്മളിത് സെർച്ച് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കാണ് ആ പാട്ട് ഇറങ്ങിയിട്ട് 30 വർഷമായെന്ന് മനസ്സിലാവുന്നത്. അതാ ആ പാട്ട് രണ്ടുപേരും പാടി. പാടുമ്പോഴായാലും പിന്നെ പുള്ളിക്കാരിയേക്കാൾ കൂടുതൽ പുള്ളിക്കാരിയെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹമാണ്. എനിക്കാണെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ കുറിച്ച് പറയുമ്പോഴേ അതൊരു എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല. ഞാൻ പാട്ട് കേൾക്കാനേ എനിക്ക് അറിയാം. അല്ലെങ്കിൽ ഈ പാട്ട് പാടാൻ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള കലാപരമായി ഒരുപാട് ഇതുണ്ട്. പക്ഷെ പാടുക എന്ന് പറയുന്നത് ബർത്ത് കിട്ടണം, അതിനൊരു ഡെഡിക്കേഷൻ വേണം. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? 20 വർഷം. 20 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. സാധാരണ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാലോ, നമുക്ക് എല്ലാത്തിനും കൗതുകം കുറച്ചു നേരം മാത്രം നിലനിൽക്കും. ഇഷ്ടമാണ് ഒരുപാട് നാൾ നിലനിൽക്കുന്നത്. അപ്പൊ ഈ കൗതുകവും ഇഷ്ടം കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ സ്നേഹം. ഈ സി അരവിന്ദൻ മാഷാണ് എഴുതിയത്. രാഘവ മാസ്റ്ററാണ് ഈണം. എനിക്കന്ന് രാഘവ മാസ്റ്ററിന്റെ മഹത്വം അറിയില്ല. ഞാൻ ചെറിയ കുട്ടിയല്ലേ. ഇപ്പൊ ഞാൻ ആലോചിക്കണം, അയ്യോ മാഷ് ഒരു അപ്പൂപ്പൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഈ പാട്ട് കറക്റ്റ്, ഈ പാട്ട് ഒരു അയ്യപ്പ ഭക്തിയനാണ്. അച്ഛനും മോളും കൂടി മലയ്ക്ക് പോവുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് മോളോട് പറയുമ്പോൾ മോള് പറയണ അയ്യപ്പൻ ഉണ്ടല്ലോ നമ്മളെ കാത്തുള്ളൂ. അതാണ് അതിന്റെ ഇരുമുടിയെടുത്തു പടിയിറങ്ങി പതിയെ വന്നാരോ എൻ്റെ ചെവിയിലേവം പറഞ്ഞേ പോയി പേടി തോന്നുന്നു. വ്രതമെടുത്തു വരും തൻ്റെ ശ്രിതജനത്തെ കാത്തിടാനായി ഭൂതനാഥൻ ഇരിക്കുമ്പോൾ ഭീതി എന്തിന്നോ. ഇരുമുടിയെടുത്തു പടിയിറങ്ങി പതിയെ വന്നാരോ എൻ്റെ ചെവിയിലേവം പറഞ്ഞേ പോയി പേടി തോന്നുന്നു. ഇങ്ങനെ ടീച്ചറിന്റെ മാഷിന് ഈ ലിറിക്കൽ ബ്യൂട്ടി മാഷിന്റെ ഭീകരമാണ്. ഞാൻ ഭയങ്കര ആരാധന. ഞാൻ ഇപ്പൊ മാഷിനെ വിളിച്ചു, മാഷിന്റെ ഇല്ല എന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഞാൻ വേറെ സംഘടിപ്പിച്ച് ബിജുനാരായണൻ ചേട്ടനെ വിളിച്ചിട്ട് ബിജുവാണ് പാടിക്കണേ. പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ എടുത്ത് അതിന്റെ ക്യാസിന്റെ കവർ അയച്ചു കൊടുത്തു. മനസ്സിലായിണ്ടാവില്ല എല്ലാവർക്കും എന്തൊക്കെയാണ്